ലോനപ്പാ, താൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ ആ റിപ്പോർട്ടൊന്നും പുറത്തു വരത്തില്ല. വരത്തില്ലേ? ഓ, തന്റെ തലയിലെ അഴകുഴമ്പം ബുദ്ധിയല്ല എന്റെ തലയിലുള്ളത്. അതിന് മാറ്റ് കൂടലാ, 10 മാറ്റ്. എടോ താൻ കാര്യം പറയടോ. കാര്യം പറയുന്നില്ല, പ്രവർത്തിച്ച് കാണിച്ചുതരാം. എന്റെ കർത്താവേ, എടോ തൽക്കാലം താനൊന്ന് അടങ്ങ്. തനിക്ക് രവീന്ദ്രന്റെ കാര്യം മാത്രമേ ഉള്ളൂ. എന്റെ പ്രശ്നങ്ങൾ ഞാൻ ആരോട് പറയും? സാറിന് എന്താ പ്രശ്നം? പാർട്ടി ലീഡർ കോടതി കയറിയപ്പോ നനച്ചിരിക്കാതെ കിട്ടിയ മന്ത്രി കസേര, അതും ആരോഗ്യമെന്ന ചക്രക്കുടം. ചുമ്മാ ഇരുന്ന് കൈയിട്ട് വരിയാ പോരെ. ഒന്ന് പോടോ വക്കീലെ. ഈ മന്ത്രി കസേരയും കോപ്പൊന്നും വേണ്ടാന്ന് ഞാൻ 1000 വട്ടം പറഞ്ഞതാ. എന്തൊരു ടെൻഷനാ. തോട്ടത്തിലെ കാര്യങ്ങളാണെങ്കിൽ നോക്കാൻ പറ്റുന്നില്ല, ഫാക്ടറിയിലെ കാര്യങ്ങൾ ആകെ കുഴമറിഞ്ഞു. അതിനിടയിലെ ഇതുപോലത്തെ ചില മാരണങ്ങള്. ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, മാങ്ങാത്തൊലി, ഇതൊക്കെ കെട്ടി ഇരിക്കപ്പൊറുതിയില്ല ഇവിടെ. ഇതിനിടയിൽ 2 ഒതുക്കത്തിൽ വീശാൻ പറ്റുമോ? അതുമില്ല. അതാണോ പ്രശ്നം? അതിനൊക്കെ വഴി ഉണ്ടാക്കാം. ഇപ്പൊ വേണം കാറയിലോട്ട് പോരെ? വേണ്ടടോ, ഉച്ചക്ക് മുന്നണി യോഗമുണ്ട്. എങ്ങാനും ഒന്ന് മണത്താൽ അത് മതി കുരിശാകാൻ. ഇന്നലെ ക്യാബിനറ്റിൽ മുഖ്യനൊന്ന് ഇരുത്തി നോക്കി, എന്റെ അണ്ടാടാവുകളായി പോയി. ഇനി ഈ കാര്യം ഓർത്ത് നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട. നമ്മൾ ഞായറാഴ്ച കാണുന്നു. അപ്പോ 9 പേഷ്യൻസിന്റെ കാര്യത്തിലെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്ത കാര്യമുള്ളൂ. അതിൽ അഡ്മിറ്റ് ചെയ്ത കുട്ടിയുടെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ വേണം. ഡോക്ടറെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മന്ത്രിയെ എഴുതി അറിയിക്കുന്ന ഡോക്ടർ എന്ന് പറയുന്നത് കേട്ടു. എന്റെ കുടിലിലെ കാര്യം കൂടി ഒന്ന് പറയണോ? അമ്മൂമ്മേ, ഇതൊന്നും ഡോക്ടർക്ക് എഴുതാൻ പറ്റില്ല. ഇവിടെയുള്ളവരുടെ അസുഖങ്ങളുടെ കാര്യമാണ് എഴുതുന്നത്. ആ മാലിന്യങ്ങൾ ഇടുന്നതിനടുത്ത് അമ്മൂമ്മയുടെ വീട്, അതിനെ കുറിച്ചാ പറയണേ. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കണം. അവിടെയും കാണും രാഷ്ട്രീയം സ്വാധീനമൊക്കെ. എന്നാലും നമ്മൾ ചെയ്തില്ലാന്ന് വേണ്ട. രാധിയോട് ഒരിക്കൽ ഞാൻ പറഞ്ഞല്ലേ. ഉവ്വ, മയച്ചും കൂട്ടി ഞാനൊന്ന് പോകുന്നുണ്ട്. നല്ലതാ. എന്താ ശങ്കു? ശങ്കുനെന്ത് പറയാനുണ്ടെന്ന് തോന്നല്ലോ. എന്താടാ? മയച്ചി, ശങ്കു ചോദിക്കാ, ഡോക്ടർ എല്ലാവരുടെ അസുഖം മാറ്റി കൊടുക്കുന്നില്ലേ, ശങ്കുന്റെ അസുഖം മാറ്റി കൊടുക്കുമെന്ന്. അതിന് ശങ്കുവിന് എന്താ അസുഖം? മിണ്ടാൻ പറ്റാത്തതേ. മാറ്റാൻ പറ്റൂ ഡോക്ടറെ? മിണ്ടാൻ പറ്റിയില്ലെങ്കിൽ എന്താ, നല്ലൊരു മനസ്സ് തന്നില്ലേ ദൈവം ശങ്കുവിന്. നമുക്കത് മതി. ഹലോ. അതെയോ? അത് നന്നായി. MLA സാറ് പണി പറ്റിച്ചു അല്ലേ? ഓ, ഇവിടെ ഉണ്ടേ. കുറെ പെണ്ണുങ്ങളായിട്ട് വാചകടിച്ച് നിപ്പുണ്ട്. ഓക്കെ, ശരി, ബൈ ബൈ. ഹലോ. അതെ. സാർ, സാർ വരാം സാർ. നാളെ തന്നെ വരാം സാർ. ഓക്കെ, താങ്ക് യു. ഹെൽത്ത് മിനിസ്റ്റർ ഓഫീസിൽ നിന്നാ. നാളെ തന്നെ മിനിസ്റ്റർ ചെന്ന് കാണുന്നു. എന്തിനായിരിക്കും? അറിയില്ല, പോയി നോക്കട്ടെ. സർ, ആ ഡോക്ടർ രവീന്ദ്രൻ വന്നിട്ടുണ്ട്. താനാണോ? ശരിയാക്കോടോ, ഞാൻ പറഞ്ഞല്ലോ. താനൊന്നും ക്ഷമിക്കേ. താൻ പിന്നെ വിളി. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. വരൂ, ഇരിക്കേ. ഒരൊറ്റ ദിവസം കൊണ്ട് നാട്ടുകാരെ മുഴുവൻ കയ്യിലെടുത്തല്ലോ ഡോക്ടറെ താൻ. മനസ്സിലായില്ലേ? ആ ശിവരാമപുരത്തുകാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. താങ്ക് യു സാർ. സാധാരണ ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുമ്പോൾ ജനങ്ങൾക്ക് എപ്പോഴും പരാതിയെ കാണൂ. ഡോക്ടർമാരുടെ അനാസ്ഥ, മരുന്നുകളുടെ ദൗർലഭ്യം എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഇപ്പൊ ഒരു കുഞ്ഞിന് പോലും പരാതിയില്ല. അല്ല, അതിൽ അത്ഭുതപ്പെടാനില്ല. മെഡിക്കൽ എത്തിക്സ് അതിന്റെ എല്ലാ പവിത്രതയോടും കൂടി കാത്തു സൂക്ഷിക്കുന്ന ആളല്ലേ താൻ. ആട്ടെ, എങ്ങനെയുണ്ടോ അവിടുത്തെ സ്ഥിതി? വളരെ ദയനീയമാണ് സാർ. ഒരു ചെറിയ ശതമാനത്തെ ഒഴിച്ചു നിർത്തിയാൽ ഒട്ടുമുക്കാൽ പേരും രോഗത്തിന്റെ പിടിയില്ല. അതിൽ കൊച്ചുകുട്ടികളുടെ കാര്യം കുറച്ച് ഗൗരവമായിട്ട് കാണണ്ട. എന്തായാലും അവിടത്തേക്ക് ആവശ്യമായ ചികിത്സക്കും മരുന്നിനും ഒരു കുറവിനും ഇടവരുത്താതെ നൽകണം. നിയമസഭയിൽ തന്റെ പേര് ഞാൻ പരാമർശിച്ചിട്ടുണ്ട്. എന്റെ കടമയല്ലേ സാർ ഞാൻ ചെയ്തത്? തീർച്ചയായും. ഇപ്പൊ തന്നെ ഞാൻ വിളിപ്പിച്ചത് തന്റെ ഒരു സേവനം കൂടി അഭ്യർത്ഥിക്കാനാ. എന്താ സാർ? തേഞ്ഞിമംഗലത്ത് കഴിഞ്ഞയാഴ്ച ഉണ്ടായ ഉരുൾപൊട്ടലിൽ പരിക്കേറ്റവരുടെ നില വളരെ ഗുരുതരമാണെന്നാണ് കേൾക്കുന്നത്. അവിടെ നടക്കുന്നുണ്ട് ഒരു മെഡിക്കൽ ക്യാമ്പ്. എന്ത് ഫലം? പരാതികളുടെ പ്രവാഹമാണ് അവിടുന്ന്. ഡോക്ടർമാരാണെങ്കിൽ 5-6 പേരുണ്ട്. തന്നെപ്പോലെ ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ പരാതിയിൽ നിന്ന് തലയൂരാം. അതുകൊണ്ട് താൻ തേഞ്ഞിമംഗലത്തൊന്ന് പോണം. സാറിന്റെ ഉത്തരവ് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ. പോരെങ്കിൽ സാറ് നേരത്തെ പറഞ്ഞ പോലെ മെഡിക്കൽ എത്തിക്സ് കാത്തു സൂക്ഷിക്കുന്ന എന്നെ പോലെ ഒരു ഡോക്ടർക്ക്. പക്ഷെ ഒരു സംശയം ചോദിച്ചോട്ടെ സാർ, തേഞ്ഞിമംഗലത്തെ ജനങ്ങളോടുള്ള സഹാനുഭൂതിയാണോ അതോ ശിവരാമപുരത്ത് ഞാൻ തയ്യാറാക്കുന്ന റിപ്പോർട്ടിനെ ഭയന്നിട്ടാണോ? ഇങ്ങനൊരു തീരുമാനം കൂടെ പറഞ്ഞാൽ പൂർണ്ണമായി. മിസ്റ്റർ രവീന്ദ്രൻ,
എന്തൊക്കെയാ താനീ പറയുന്നേ? സത്യമല്ലേ സാർ? തേഞ്ഞിമംഗലത്ത് ഞാൻ തയ്യാറാക്കുന്ന റിപ്പോർട്ടിൽ ജനങ്ങളുടെ ദുരിതം എത്ര ഭീകരമാണെന്ന് ചിത്രീകരിച്ചാലും പാർട്ടിക്കോ ഭരണകൂടത്തിനോ അത് ഭീഷണിയാവില്ല. കാരണം അതൊരു നാച്ചുറൽ കലാമിറ്റിയുടെ സാക്ഷിപത്രമേ പത്രക്കുറിപ്പ് വരൂ. ഇതങ്ങനെയല്ലല്ലോ. പരസ്പരം സ്നേഹത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞിരുന്ന നിഷ്കളങ്കരായ കുറെ പാവങ്ങളുടെ ജീവിതമാണ് ഏതോ ഒരു കുത്തകമുതലാളിയുടെ കീശ ഉറപ്പിക്കാനായിട്ട് നിങ്ങൾ എറിഞ്ഞു കൊടുത്തത്. ആ നാട്ടുകാരുടെ എല്ലാം ഓമനയായിരുന്ന ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ ബലിയെടുത്തിട്ടാണ് സാർ പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിച്ചെന്ന് സത്യം മറക്കാമോ? മിസ്റ്റർ രവീന്ദ്രൻ, നിങ്ങൾ എഴുതാപ്പുറം വായിക്കാണ്. അല്ല സാർ, സാറിന്റെ മനസ്സിൽ കൂടെ ബോധ്യപ്പെട്ട സത്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും ഈ അസൈൻമെന്റ് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കാം. താങ്ക് യു സാർ. ഇനിയിപ്പോ ഈ മെഡിക്കൽ ക്യാമ്പ് ഇതോടെ അവസാനിക്കുമായിരിക്കും അല്ലേ? ഏയ്, അതില്ല. ഇവിടെ ആർക്കും കാര്യമായിട്ടുള്ള അസുഖമില്ലെന്നും മാലിന്യ നിക്ഷേപം ആരോഗ്യത്തിന് ഭീഷണിയില്ലെന്നും റിപ്പോർട്ട് ഇറങ്ങുന്ന ഡോക്ടർ വരും. ഒരു ചടങ്ങ് പോലെ ക്യാമ്പ് നടക്കും. ആ MLA കിട്ടൊന്ന് പൊട്ടിച്ചപ്പോഴേ ഞാൻ വിചാരിച്ച MLA കിട്ടി പൊട്ടിച്ച അതപ്പോ അതിനിടയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എന്തിനായിരുന്നത്? അയാളുടെ നാവിന് അല്പം നീളം കൂടി പോയോണ്ടാ. എന്തായാലും നന്നായി. അല്ല അതൊന്നും കാണാൻ പറ്റിയില്ലല്ലോ. കാണാനൊന്നുമില്ല, കണ്ണീന്ന് പൊന്നീച്ച പറഞ്ഞു കാണും. ഞാൻ കേട്ടെ ടീച്ചറെ, ടീച്ചർ എന്തായാലും പിന്മാറരുത്. രാധിക ഒപ്പം ഉണ്ടാവും, എനിക്ക് വിശ്വാസം. ലോറികൾ തടഞ്ഞിട്ടോ പ്രക്ഷോഭം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. കോടതിയെ സമീപിക്കണം, അതാ വേണ്ടത്. എന്നാ വരട്ടെ. ശരി, ഇനി എന്തെങ്കിലും ഒരിക്കൽ വരാം ഈ വഴിക്ക്. സോഷ്യൽ കമ്മിറ്റ്മെന്റ് നഷ്ടമാവുന്ന, വാക്കും പ്രവൃത്തിയും രണ്ടാവുന്ന ഈ കാലഘട്ടത്തിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് രാധികയിൽ ഞാൻ കാണുന്നത്. ഒരു കോംപ്ലിമെന്റ് ആയിട്ട് കൂട്ടിക്കോളൂ. രാധിക ഒരു സാധാരണ പെൺകുട്ടിയല്ല. ശിവരാമപുരം എന്ന നാടിനെയും നാട്ടുകാരെയും ഉണർത്തിയത് രാധികയാണ്. ആ നാട്ടിലെ സ്ഥിതി പുറം ലോകത്ത് എത്തിക്കാൻ രാധിക നടത്തിയ എഫർട്ട് എത്ര അപ്രീഷിയേറ്റ് ചെയ്യാനും മതിയാവില്ല. എന്റെ എഫർട്ട് മാത്രമല്ല, മയേച്ചി അവിടുത്തെ നാട്ടുകാരും സഹകരിച്ചതുകൊണ്ടാ അത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞത്. അറിയാം, ഞാൻ പോകുന്നതിന് മുമ്പ് രാധികയെ കാണുമെന്ന് പറഞ്ഞ മറ്റൊന്നിനുമല്ല. നിങ്ങൾ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളായിട്ട് മുമ്പോട്ട് പോകണം. പ്രതിസന്ധികളുണ്ടാവും, പക്ഷെ തളരരുത്. എന്നാൽ കഴിയുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തു തരാം. താങ്ക് യു ഡോക്ടർ. അപ്പൊ ശരി, ഓൾ ദി ബെസ്റ്റ്. ശരി. അതെ, എന്റെ കൂടെ നടക്കുമ്പോ ഈ വേഷമൊന്നും പോരാട്ടോ. പട്ടണത്തിലുള്ളവരെ പോലെ വേണം. എന്തേ വേണ്ടേ? ഇവനാള് കൊള്ളാല. എടാ പൊട്ടാ, എന്താ നിങ്ങൾ തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് കളി? നീ ഇവനോട് പ്രേമത്തിലാണോടി? ഹലോ, ഈ പൊതുവഴിയിലാണോ ചവർ ലോറി കൊണ്ടിടുന്നത്? പിന്നെ പൊതുവഴിയിലല്ലാണ്ട് മാനത്ത് കൊണ്ടിടണോ? ഇവിടെ നാട്ടുകാർക്ക് ജീവിക്കാനുള്ളതാ. ഇവിടത്തെ നാട്ടുകാർ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി. എടാ, ഇതുപോലുള്ള നാട്ടുകാരങ്ങ് കൊച്ചിയിൽ ചവച്ചും തുപ്പിടുന്ന സാധനങ്ങൾ അതിനകത്ത് അടച്ചിരിക്കുന്നത് അറിയോ? ഊച്ചാളിക്കളിയാണ് അത്. നടക്കിയല്ല മോനെ, ഊച്ചാളിക്കളി ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതെന്താന്ന് മോനെ അറിയാമോ? വടിക്കത്തിയാ, വടിക്കത്തി. ഓഹോ, ഒന്ന് മാറി. ഇതെന്താന്നറിയോടാ? വാക്കത്തിയാ, വാക്കത്തി. വയറ് കുത്തി കീറി കൊടലിയാൻ പുറത്തെടുക്കും. പോടാ പോടാ. പോയി വടിക്കത്തിയായിട്ട് പേടിപ്പിക്കാൻ വന്നേക്കണവൻ. ഇവിടെ ആരും ഒരു പ്ലാന്റിനും അനുമതി നൽകിയിട്ടില്ല. കോർപ്പറേഷൻ മേയർ എന്ന നിലയിൽ ഇവിടുത്തെ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് എന്റെ കടമയാണ്. ശിവരാമപുരത്ത് തന്നെ ചവർ കൊണ്ടിടണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കൊള്ളാം, ബഹുമാനപ്പെട്ട മേയർ ഒരു നല്ല രാഷ്ട്രീയക്കാരിയായി മാറിയിരിക്കുന്നു. എന്ത് വിദഗ്ധമായിട്ടാണ് ഈ വിഷയത്തിൽ നിന്ന് നിങ്ങൾ തടിയൂരിയത്? രാധിക, മൈൻഡ് യുവർ വേർഡ്സ്. എന്നെ ഈ കസേരയിൽ ഇരുത്തിയിരിക്കുന്നത് പാർട്ടിയാണ്. എന്റെ പാർട്ടി പറയുന്നത് എനിക്ക് കേട്ടേ മതിയാകൂ. എന്നുവെച്ച് എന്റെ മൂല്യങ്ങൾ ഞാൻ ആർക്കും പണയം വെച്ചിട്ടില്ല. ലോണപ്സ് ആൻഡ് കമ്പനിയുടെ മാലിന്യം മാത്രമല്ല, മുതലാളിയുടെ ശിങ്കടികളുടെ ഗുണ്ടായിസവും ശിവരാമപുരത്തേർ സഹിക്കുകയാണ്. പക്ഷെ ഒന്നുണ്ട്, മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ പേരും പറഞ്ഞ് ലോനപ്പിന്റെ പ്ലാന്റിന് നിങ്ങൾ അനുമതി നൽകിയ വരാനിരിക്കുന്ന ഭവിഷ്യത്തുകൾ ഗുരുതരമായിരിക്കും.